ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കുന്നുള്ളത് നമ്മുടെ ഫുഡ് മൈക്രോബയോളജിനകത്ത് തന്നെ വരുന്നുള്ള SCP എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ. SCP എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീനെയാണ് നമ്മൾ SCP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് കൺട്രീസിനകത്ത് ഇപ്പോഴും എന്താണ് മാൽന്യൂട്രീഷൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ഡിസീസ്, അതായത് നമ്മൾ ക്വാഷിയോർക്കാർ, മരാസ്മസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ചില മാൽന്യൂട്രീഷൻ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻസിനും അതുപോലെ തന്നെ ആനിമൽസിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഹ്യൂമൻസിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി? നമ്മുടെ ഹ്യൂമൻ ഫുഡിനകത്തും ആനിമൽ ഫുഡിനകത്തൊക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന മാൽന്യൂട്രീഷൻ കോസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. നമുക്കറിയാം, പ്രോട്ടീൻ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഡെയിലി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കോമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അവിടെ മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള ഡിസീസ് കോസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ്റെ ഇങ്ങനെയുള്ള ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് എന്താണ് നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നുള്ള ആ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് മിക്സ്ഡ് പ്രോട്ടീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്യുവർ ഓർ മിക്സ്ഡ് കൾച്ചേഴ്സ് ഓഫ് ആൽഗെ, ഈസ്റ്റ് ഓർ ഫംഗൈ ഓർ ബാക്ടീരിയ. അതായത് അഗ്രികൾച്ചറൽ വേസ്റ്റിൽ ഗ്രോ ചെയ്യുന്നുള്ള മൈക്രോബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ള പ്രോട്ടീനെയാണ് നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയാം. സിംഗിൾ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂണിസെല്ലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ മൈക്രോബ്സ്. അവരിൽ നിന്ന് പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത പ്രോട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മൈക്രോബിയൽ ബയോമാസ് ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 45 to 55% എന്താണ്? പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ടാണ് ആവറേജ് കേസിലാണ് പറയുന്നത്. പിന്നെ ചില ബാക്ടീരിയൻ്റെ കേസിൽ ഈ 45 to 55 എന്ന് പറയുന്നത് 80% വരെ പോവാം. അപ്പോൾ പ്രോട്ടീൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള ബാക്കിയുള്ള ന്യൂട്രിയൻസ് കൂടി നമുക്ക് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? പ്രോട്ടീൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയ്ക്കൊന്നും പ്രോട്ടീൻ നമ്മുടെ ആനിമൽ സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സിൽ നിന്നോ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മൈക്രോബ്സിനെ വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ്, ചില മൈക്രോബ്സിനകത്ത് അതിൻ്റെ ബയോമാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ടോട്ടൽ ബയോമാസ് എടുക്കുകയാണെങ്കിൽ 45 to 55% ആണ് പ്രോട്ടീൻ വരിക. പക്ഷേ ചിലതിൻ്റെ കേസിൽ 80% വരെ എന്ത് വരുന്നുണ്ട്? പ്രോട്ടീൻസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ SCPs ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ വേസ്റ്റ് മെറ്റീരിയൽ, നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചർ വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത്, അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനകത്തേക്ക് നമ്മുടെ മൈക്രോബ്സിനെ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ വുഡ്, സ്ട്രോ, കാനറി, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ് വേസ്റ്റ്, ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന റെസിഡ്യൂസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ, ഇതൊക്കെ എന്താണ് നമ്മുടെ മൈക്രോബ്സിനെ കൊണ്ട് ഫെർമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് SCPs ആർ ഫൗണ്ട് ഇൻ വെരി ലോ concentration and thus extracting SCPs from the waste remains a challenge. സോ SCP എന്ന് പറയുന്നത് വെരി ലോ കോൺസെൻട്രേഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഈ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? SCPൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പ്രെസിപ്പിറ്റേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഫ്ലോട്ടേഷൻ, കൊയാഗുലേഷൻ, അതുപോലെ തന്നെ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ യൂസ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് SCPൻ്റെ ഈൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉണ്ട്, ആൽഗ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, ഫംഗൈ ഉണ്ട്. അപ്പോൾ ഏത് മൈക്രോ ഓർഗാനിസത്തിനും നമ്മൾ ചൂസ് ചെയ്യും, ചോയ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റ്, നമ്മൾ കൊടുക്കുന്ന അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, എൻവയോൺമെൻറ്റൽ വേസ്റ്റ്, ആ വേസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി യൂസ്ഡ് ആസ് കാർബൺ ആൻഡ് നൈട്രജൻ സോഴ്സ്. നമ്മൾ എടുക്കുന്ന പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം കൊടുക്കുന്ന വേസ്റ്റ്, അതായത് അത് അവരുടെ സബ്സ്ട്രേറ്റ് ആണല്ലോ, ആ സബ്സ്ട്രേറ്റിന് എന്താണ് കാർബൺ സോഴ്സും നൈട്രജൻ സോഴ്സുമായിട്ട് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ആ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനും പ്രൊഡക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് ദേ ഷുഡ് ഷോ ടോളറൻസ് ടുവേർഡ്സ് pH ആൻഡ് ടെമ്പറേച്ചർ. നമുക്കറിയാം, ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ pH അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ഒരു എന്താണ് നാരോ റേഞ്ചിലല്ല, ഒരു വൈഡ് റേഞ്ചിൽ ഇതിന് ടോളറൻസ് ഉള്ള മൈക്രോബ്സിനെയാണ് നമ്മളിവിടെ SCP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോൺ പാത്തജൻസ് ആയിരിക്കണം. പാത്തജൻസ് ആവാൻ പാടില്ല, ഡിസീസ് കോസ് ചെയ്യാൻ പാടില്ല, പിന്നെ ഒരു ടോക്സിൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക.
ആൻഡ് ഓൾസോ ദ മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഈസിലി അവൈലബിൾ. അല്ല, ഈസിലി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ബാക്ടീരിയാസിന് നമ്മളിവിടെ പേര് കാണുന്നുണ്ട്. ദ ബ്രേവി ബാക്ടീരിയം, മീത്തൈലോഫിലസ്, മീത്തൈലോലിട്രോപ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്ടീരിയാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഡിഫറെൻറ്റ് ആൽഗെ കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ് ഉണ്ട്, ഫംഗൈ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മൾ SCP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബാക്ടീരിയനെ കുറിച്ച് ഓരോ ഓർഗാനിസത്തിന് എടുത്ത് പറയുകയാണെങ്കിൽ, ബാക്ടീരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എന്താണ്, ദേ ആർ ജനറലി ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് പൊസസ് ഫാസ്റ്റർ ഗ്രോത്ത് റേറ്റ്. അവരുടെ ഗ്രോത്ത് റേറ്റും കൂടുതലാണ്, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ബയോമാസിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റും കൂടുതലാണ്. ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ്റെ സ്മോൾ സൈസാണ്. അവരുടെ നമ്പറിൽ ഒരുപാട് ഇൻക്രീസ് വരുമെങ്കിലും സൈസ് വളരെ ചെറുതാണ്. ആൻഡ് ലോ ഡെൻസിറ്റി വിച്ച് എഫക്ട്സ് ദ ഹാർവെസ്റ്റിംഗ് ഓഫ് ബയോമാസ് ഫ്രം ഫെർമെൻറ്റഡ് മീഡിയം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഈ ബയോമാസിൽ നിന്നാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ ബാക്ടീരിയൻ്റെ സൈസ് വളരെ കുറയുമ്പോൾ അവിടെ ബയോമാസും കുറയല്ലേ ചെയ്യുന്നുള്ളത്. അതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്മോൾ സൈസിൽ നിന്ന് നമ്മുടെ SCPനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കൂടുതലാണ്. And the nucleic acid content is quite high in bacteria and have the tendency to increase uric acid level in human blood upon consumption. അപ്പോൾ നമ്മളങ്ങനെ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് SCP ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡിൻ്റെ ലെവൽ അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാക്ടീരിയൻ്റെ ന്യൂക്ലിക് ആസിഡ് ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന SCPനകത്ത് എന്തുണ്ട്, ന്യൂക്ലിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യൂറിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതൽ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർ ബാക്ടീരിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാർജ് സൈസാണ്. അതുപോലെ തന്നെ ഈസിയർ ഹാർവെസ്റ്റിംഗ് ആണ്. ഇവിടെ ലോവർ ന്യൂക്ലിക് ആസിഡ് ആണ്. നമ്മൾ ബാക്ടീരിയൻ്റെ കേസിൽ ഹയർ ന്യൂക്ലിക് ആസിഡ് കണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ ലോവർ ന്യൂക്ലിക് ആസിഡ് കണ്ടൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല, യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡിനകത്ത് കൂടില്ല. പിന്നെ ഹൈ ലൈസിൻ കണ്ടൻറ്റ് ആൻഡ് എബിലിറ്റി ടു ഗ്രോ ഇൻ ആസിഡ് pH ആർ ആഡഡ് ബെനിഫിറ്റ്സ് ഓഫ് ഈസ്റ്റ്. ലൈസിൻ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ അസിഡിക് pHനകത്ത് ഇവർക്ക് ഗ്രോ ചെയ്യാനും സാധിക്കും. പിന്നെ ഇത് കൂടാണ്ട് ഈസ്റ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. നമ്മൾ ബാക്ടീരിയ പറഞ്ഞു അവർ ഫാസ്റ്റ് ഗ്രോ ചെയ്യുന്നുള്ള ഓർഗാനിസംസ് ആണ്. പക്ഷേ ഈസ്റ്റിനെ എടുത്ത് നോക്കുമ്പോൾ ഗ്രോത്ത് റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ബാക്ടീരിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പ്രോട്ടീൻ കണ്ടൻറ്റും കുറവാണ്, മെത്തിയോണിൻ്റെ കണ്ടൻറ്റും കുറവാണ്. അതാണ് ഈസ്റ്റിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ബാക്ടീരിയൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ടീരിയൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മുടെ ഈസ്റ്റിൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫംഗൈ. ഫംഗൈ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിലമെൻറ്റസ് ഫംഗൈ ആണ് ഇവിടെ എടുക്കുന്നുള്ളത്. പക്ഷേ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറവാണ് ആൻഡ് ഗ്രോത്ത് റേറ്റും കുറവാണ്, പ്രോട്ടീൻ കണ്ടൻറ്റും കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത് നമ്മുടെ ബാക്ടീരിയനകത്തായിരുന്നു. ഇനി ആൽഗേനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് സെല്ലുലോസിക് സെൽ വാൾസ് ആണ് ഉള്ളത് അല്ലേ. ആൽഗേൻ്റെ കേസിൽ അവരുടെ സെൽ വാൾ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ലുലോസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ, സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ അത്രയ്ക്ക് നല്ലൊരു ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ സെല്ലുലോസിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. ആൻഡ് ഓൾസോ ദർ ആർ ചാൻസസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹെവി മെറ്റൽസ് ഇൻ ദ പ്രൊഡക്റ്റ്. ഈ ആൽഗിനകത്ത് എന്തുണ്ടാവും, ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബയോ അക്യുമുലേഷൻ കോസ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഓരോ ഓർഗാനിസത്തിനും നമ്മൾ പർട്ടിക്കുലറായി എടുത്ത് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനി പൊട്ടൻഷ്യൽ സബ്സ്ട്രേറ്റ് നോക്കുകയാണെങ്കിൽ SCP പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുന്നില്ല. സബ്സ്ട്രേറ്റ് നമ്മൾ ഓർഗാനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി അവർക്ക് സബ്സ്ട്രേറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുക അല്ലേ. നമുക്ക് വേണ്ടത് പ്രോട്ടീൻ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള സബ്സ്ട്രേറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നുള്ളത്. ഒന്ന് സെല്ലുലോസ്, വുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ സോഴ്സസിലൊക്കെ അടങ്ങിയിട്ടുണ്ടാവും, സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മുടെ SCP പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റാർട്ടർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, അതുകൂടാണ്ട് സൾഫൈറ്റ് വേസ്റ്റ് ലിക്വറും നമ്മൾ SCP പ്രൊഡക്ഷൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഏത് ഓർഗാനിസമാണ്, കാൻഡിഡ യൂട്ടിലിസ് ആണ് സൾഫേറ്റ് വേസ്റ്റ് ലിക്വർ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഓർഗാനിസം. ഇനി കാർബൺ സോഴ്സ്, നമ്മുടെ ഓർഗാനിസത്തിന് കാർബൺ സോഴ്സ്
അവരുടെ എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. സോ ദ കാർബൺ സോഴ്സ് ഇൻ ദ മീഡിയം മസ്റ്റ് ബി ഏബിൾ ടു കൾട്ടിവേറ്റ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർബൺ സോഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോ കാർബൺസ്, ആൽക്കെയിൻസ്, മെത്തനോള്, എത്തനോള്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മൊളാസസ്, പോളിസാക്കറൈഡ്സ്, ഡിസ്റ്റിലറീസ്, അതുപോലെ തന്നെ കൺഫെക്ഷനറീസ് ആൻഡ് കാനിങ് ഇൻഡസ്ട്രീസിൽ വരുന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, അതുകൂടാണ്ട് സോളിഡ് സബ്സ്ട്രേറ്റ്സ് ലൈക്ക് സാൾട്ട്സ് ഓഫ് പൊട്ടാഷ്യം, മാംഗനീസ്, സിങ്ക്, ഇതൊക്കെ ഇവരെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? എനർജി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? സബ്സ്ട്രേറ്റിനകത്ത് വരുന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഈ വേസ്റ്റ് മെറ്റീരിയലിനകത്ത് നമ്മുടെ മൈക്രോബ്സ് ഗ്രോ ചെയ്തിട്ട് അവർ ഫെർമെൻറ്റ് ചെയ്യും, അല്ലെ ഫെർമെൻറ്റേഷൻ വഴിയാണ് SCP പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. സോ ഈ മൈക്രോബിയൽ സെൽസ് എന്ന് പറയുന്നത് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ ആനിമൽ ഓർ ഹ്യൂമൻ ഫുഡ്. ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? മൈക്രോബിയൽ സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാം. ഓർ ഫോർ യൂസ് ആസ് കൊമേഴ്ഷ്യൽ ഇനോക്കുലം ഇൻ ഫെർമെൻറ്റേഷൻ ഓഫ് ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഇനോക്കുലമായിട്ട് നമുക്കിതിനെ എടുക്കാം. അപ്പോൾ ഈ SCP നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷനിൽ കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഒന്ന് സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷനും ഒന്ന് സെമി സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷനും. ഏതൊക്കെയാണ്? സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷനും സെമി സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷനും. ഇതാണ് 2 ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷൻ. എന്താണ് സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷൻ? ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റ് ഏതിനെയാണോ ഫെർമെൻറ്റ് ചെയ്യേണ്ടത് അവരെപ്പോഴും ഒരു ലിക്വിഡിലായിരിക്കും ഉണ്ടാവുക. സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷനകത്ത് എപ്പോഴും എന്താണ്? ഒരു ലിക്വിഡിനകത്താണ് നമ്മുടെ സബ്സ്ട്രേറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ആൻഡ് ദ സബ്സ്ട്രേറ്റ് ഈസ് ഹെൽഡ് ഇൻ ഫെർമെൻറ്റർ. എന്നിട്ട് ആ സബ്സ്ട്രേറ്റ് എവിടെയാണ്? ലിക്വിഡ് ഫോമിലാണ് ഫെർമെൻറ്ററിനകത്ത് ഉണ്ടാവുക. ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി ബയോമാസ് ഇസ് പ്രൊഡക്റ്റഡ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ബയോമാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോമാസ് ഉണ്ടാകുന്നു, അവിടെ ഹാർവെസ്റ്റിങ്ങും നടക്കുന്നു. എന്നിട്ട് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മുടെ എന്താണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള SCPയിലോട്ട് എത്തുന്നുള്ളത്. ഇനി സെമി സോളിഡ് ഫെർമെൻറ്റേഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സബ്മേർജ്ഡ്. ഇനി സെമി സോളിഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേരിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സബ്സ്ട്രേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ സോളിഡ് വേസ്റ്റ് ആയിരിക്കും. സിമ്പിളായിട്ടുള്ള സോളിഡ് വേസ്റ്റ് ആയിരിക്കും. ഹാർഡായിട്ടുള്ള സോളിഡ് വേസ്റ്റ് അല്ല, സിമ്പിളായിട്ടുള്ള സോളിഡ് വേസ്റ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതാണ് 2 ടൈപ്പ്. ഇനി SCP പ്രൊഡക്ഷനകത്തുള്ള മെയിൻ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് സ്യൂട്ടബിൾ മീഡിയം കണ്ടെയ്നിങ് പ്രോപ്പർ കാർബൺ സോഴ്സ്. നമുക്ക് മൈക്രോബ്സിനെ ഗ്രോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയം കണ്ടുപിടിക്കണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയം കണ്ടുപിടിക്കണം. അതിനകത്ത് എന്തുണ്ടാവണം? കാർബൺ സോഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ആ കാർബൺ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം അവരുടെ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള മീഡിയം സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ തന്നെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. മറ്റുള്ള മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഈ കാർബൺ സോഴ്സിന് യൂട്ടിലൈസ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്. അപ്പോൾ അവിടെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് മൈക്രോ ഓർഗാനിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം മീഡിയം സെലക്ട് ചെയ്യുന്നു, പിന്നെ കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നു, അതിനുശേഷം നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രിഫ്യൂജ് ചെയ്യും, ഡ്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് SCP എടുക്കും. പിന്നെ ഈ നമ്മൾ ഫെർമെൻറ്ററിനകത്താണല്ലോ ഇത് ചെയ്യുന്നത്. അതിനിടയിൽ സ്റ്റിറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ മിക്സിങ് ഓഫ് മൾട്ടിഫേസ് സിസ്റ്റം, ഹീറ്റ് ട്രാൻസ്ഫർ, ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഫ്ലോ ഡയഗ്രാം. ആദ്യം സബ്സ്ട്രേറ്റ് നമ്മൾ ഫെർമെൻറ്ററിനകത്തേക്ക് ഇടുന്നു, ന്യൂട്രിയൻസ് ഉണ്ട് അതിനകത്തേക്ക് ഫിൽട്ടർ, എന്നിട്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസം അവിടെ ഉണ്ട്. ആ മൈക്രോ ഓർഗാനിസം അതിനെ ഫെർമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ബയോമാസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ട് ഡ്രൈ ചെയ്യുന്നു, എന്നിട്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ കേസിൽ നമ്മുടെ സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ. ഇനി സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ ഈ ലൈനിൽ വരുന്ന തന്നെയാണ് സബ്മേർജ്ഡ് ഫെർമെൻറ്റേഷൻ. സെമി സോളിഡിനകത്താണെങ്കിൽ ഫിൽട്രേഷൻ ഇല്ലാതെ ഇങ്ങനെ ഡയറക്റ്റ് വരികയാണ്. ഓക്കെ. ഇനി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ ഇൻ ദ SCP പ്രൊഡക്ഷൻ ഈസ് എയറേഷൻ. എയറേഷൻ വേണമല്ലോ, ഓക്സിജൻ കൺസ്യൂം ചെയ്യണമല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഓക്സിജൻ അവിടെ പർട്ടിക്കുലറായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവർ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രോസസ്സിൻ്റെ ടൈമിൽ എന്താണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നമ്മൾ കമ്പോസ്റ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡീഗ്രഡേഷൻ ടൈമിൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മുടെ ഓർഗാനിസത്തിനൊന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൂളിംഗ് ഡിവൈസ്
നമ്മളിവിടെ ഫിക്സ് ചെയ്യണം. സോ ഇഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ഹയർ റേറ്റ് വിത്തൗട്ട് പ്രോപ്പർ റിമൂവൽ ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു എഫക്ട് ദ സർവൈവൽ ഓഫ് ദ മൈക്രോ ഓർഗാനിസം. അപ്പോൾ അവിടെ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി സിംഗിൾ സെൽ ഓർഗാനിസംസ് ആർ യൂഷ്വലി റിക്കവേർഡ് ബൈ ദ പ്രോസസ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് നമ്മൾ നമ്മുടെ ബയോമാസിൽ നിന്ന് സിംഗിൾ സെൽ ഓർഗാനിസത്തിന് എടുക്കുന്നുള്ളത്. അതിനുശേഷം ഫിൽട്രേഷൻ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് മെംബ്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ ഡ്രൈ ചെയ്യും. ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ചെയ്യും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈയിങ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഓൺലി അണ്ടർ ദ ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ്. അങ്ങനെയാണ് നമ്മൾ SCP ഉണ്ടാക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വരും നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എക്കണോമിക്സും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. SCPൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസം ഹാവ് ഹൈ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലേ? മൈക്രോ ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് വളരെ കൂടുതലാണ്. ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട് അവർക്ക്. പിന്നെ അവർ കാർബൺ സോഴ്സാണ് ലാർജ് നമ്പറിൽ അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേസ്റ്റിൻ്റെ റിഡക്ഷനും അവിടെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹൈ ഈൽഡ്, അതുപോലെ തന്നെ ഗുഡ് കോമ്പോസിഷനൊക്കെ ഉള്ള സ്ട്രെയിൻസിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല SCPs ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് സീസണൽ ക്ലൈമാറ്റിക് വേരിയേഷൻ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഓരോ ക്രോപ്സൊക്കെ ആകുമ്പോൾ സീസണൽ വേരിയേഷനും ക്ലൈമറ്റ് വേരിയേഷനൊക്കെ അവരെ എഫക്റ്റ് ചെയ്യും. ഇവിടെ അതൊന്നും അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ അമിനോ ആസിഡും അതിൻ്റെ എമൗണ്ടും. അമിനോ ആസിഡ് എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പ്രോട്ടീൻസിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഈ ഓരോ അമിനോ ആസിഡ്സും നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അമിനോ ആസിഡ്സിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെന്ത് പറഞ്ഞു, ഈ പ്രോട്ടീൻസ് കൂടാണ്ട് ചില ന്യൂട്രിയൻസ് കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ടേബിളിനകത്ത് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഓർഗാനിസം ടോക്സിൻസും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ പീരിയോഡിക്കലി നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലേ? അതിനകത്ത് ഒരു ടോക്സിനും നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന SCPനകത്ത് ടോക്സിൻസ് ഒന്നും അടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഫോർ സം ഹ്യൂമൻസ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ കൺസ്യൂംഡ് കോസസ് ഇൻഡൈജഷൻ. ചില ഹ്യൂമൻസിന് നമ്മൾ ഈ കൺസ്യൂം ചെയ്യുന്ന SCP ഇൻഡൈജഷൻ, ഡൈജസ്റ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ പല അലർജിക് റിയാക്ഷൻസും കാണിക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടിയിട്ട് യൂറിക് ആസിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കണ്ടാമിനേഷനൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള വരുന്ന കാര്യമാണ്. അപ്പോൾ SCP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.